നിലവിലെ പ്രാദേശിക തടസ്സങ്ങൾക്കിടയിലും ഒമാനിലെ വിമാനത്താവളങ്ങളെല്ലാം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്ന് ഒമാൻ എയർപോർട്ട്സ്. സ്ലോട്ട് നിയന്ത്രണങ്ങളില്ലാതെ വിമാനത്താവളങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും താൽക്കാലിക നെറ്റ്വർക്ക് ക്രമീകരണങ്ങൾ ആവശ്യമുള്ള വിമാന കമ്പനികളെ പിന്തുണയ്ക്കുമെന്നും ഒമാൻ എയർപോർട്ട്സ് അറിയിച്ചു. മേഖലയിൽ സംഘർഷവും ആക്രമണവും തുടരുന്ന സാഹചര്യത്തിൽ ഇതര ഗൾഫ് നാടുകളിൽ നിന്നുള്ള യാത്രികരെല്ലാം ആശ്രയിക്കുന്നത് മസ്കത്ത് വിമാനത്താവളത്തെയാണ്. മസ്കത്ത്, സലാല, സ്വഹാർ വിമാനത്താവളങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. താൽക്കാലിക നെറ്റ്വർക്ക് ക്രമീകരണങ്ങൾ ആവശ്യമുള്ള വിമാന കമ്പനികളെ പിന്തുണയ്ക്കാൻ സാധിക്കുമെന്നും ഒമാൻ എയർപോർട്ട്സ് അറിയിക്കുന്നുണ്ട്. എയർപോർട്ട് കോർഡിനേഷൻ ലിമിറ്റഡ് വഴിയാണ് എയർപോർട്ട് സ്ലോട്ടുകൾ ഏകോപിപ്പിക്കുന്നതെന്നും മസ്കത്ത്, സലാല, സ്വഹാർ എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ നടത്താൻ ആഗ്രഹിക്കുന്ന എയർലൈനുകളെ സ്റ്റാൻഡേർഡ് ACL പ്രക്രിയയിലൂടെ സ്ലോട്ട് അഭ്യർത്ഥനകൾ സമർപ്പിക്കാമെന്നും ഒമാൻ എയർപോർട്ട്സ് അറിയിക്കുന്നുണ്ട്. ഒമാനിലേക്കുള്ള സർവീസ് നടത്താൻ തയ്യാറുള്ള പുതിയ എയർലൈനുകൾക്ക് സാധ്യമാകുന്നിടത്തെല്ലാം റെഗുലേറ്ററി അംഗീകാരങ്ങൾ സുഗമമായി ലഭിക്കാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് ഒമാനുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഒമാൻ എയർപോർട്ട്സ് അറിയിക്കുന്നുണ്ട്. മേഖലയിൽ സംഘർഷവും ആക്രമണവും തുടരുന്ന സാഹചര്യത്തിൽ ഇതര ഗൾഫ് നാടുകളിൽ നിന്നുള്ള യാത്രികരെല്ലാം ആശ്രയിക്കുന്നത് മസ്കത്ത് വിമാനത്താവളത്തെയാണ്. അതിർത്തി കടന്ന് മസ്കത്ത് രാജ്യാന്തര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർ വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 12 മണിക്കൂർ മുമ്പെങ്കിലും ചെക്ക് പോസ്റ്റുകളിൽ എത്തണമെന്നും നിർദ്ദേശമുണ്ട്. ചെക്ക് പോസ്റ്റുകളിലെ കനത്ത തിരക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനെടുക്കുന്ന അധിക സമയവും കണക്കിലെടുത്താണിത്. മീഡിയ 1, മസ്കത്ത്.